വിജയ രഹസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സെഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാത്തിനും പിന്നിലും ഒരു നിയമമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു ഇല പോലും ഇവിടെ ചലിക്കുന്നില്ല. നമുക്കറിയാം, ഒരു ഇല ചലിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കാറ്റോ അല്ലെങ്കിൽ ഒരു ഫോഴ്സോ ഉണ്ടാവണം. വെറുതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ അതിശക്തമായ ചില രഹസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ആമുഖമായിട്ട് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് കേട്ടുപോവാതെ ആവർത്തിച്ച് കേട്ട് ഇതിന് എന്തെങ്കിലും ഒരു കറക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തിരുത്തൽ വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിന് ആക്ഷൻ ഇപ്പോൾ തന്നെ എടുക്കാൻ വേണ്ടി തുടങ്ങണം. ആക്ഷൻ എടുക്കുന്നിടത്താണ് വിജയം. ഒരുപാട് അറിവുകൾ ഉള്ളത് കൊണ്ട് ഒരു മനുഷ്യന് വിജയിക്കില്ല. ആക്ഷൻ എടുക്കണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ലോകത്ത് വിജയിച്ച മുഴുവൻ ആളുകളുടെയും രഹസ്യങ്ങളിൽ ആദ്യത്തേത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാം, ഒരു കാഴ്ചപ്പാടുണ്ടാവാം. എങ്കിലും എല്ലാ മുൻധാരണകളും ഒഴിവാക്കി, എല്ലാ പ്രജുഡ്യൂസും ഒഴിവാക്കി, ഇതായിരിക്കും എന്ന രൂപത്തിലുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കി നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഞാൻ പറയുന്നതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അതായത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയം കിടക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഒരാൾക്ക് അയാളുടെ സെക്ഷൽ എന്താ പറയുക ഏരിയാസിൽ എത്രത്തോളം അയാൾക്ക് നിയന്ത്രണമുണ്ടോ, കൺട്രോളിംഗ് ഉണ്ടോ, അതാണ് ഒരാളുടെ ജീവിതത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാനത് പറയുവാൻ കാരണം, നമുക്കറിയാം, ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാന്മാരായിട്ടുള്ള ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളാണ്, ഒന്ന് കാൾ യൂങ്ങും മറ്റൊന്ന് സിഗ്മണ്ട് ഫ്രോയിഡും. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഥിവാരമായിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സെക്ഷൽ ആയിട്ടുള്ള എനർജിയാണ്. അതിനെ അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ സൈക്കോ അല്ലെങ്കിൽ സൈക്കോ പവർ. ഒരു മനുഷ്യനെ വീടുണ്ടാക്കുവാനും കൂടുണ്ടാക്കുവാനും പ്രശസ്തനാകുവാനും പണമുണ്ടാക്കുവാനും എന്ന് വേണ്ട ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിലുള്ള മുച്ചൂടം അല്ലെങ്കിൽ മുഴുവൻ മേഖലയിലുമുള്ള വിജയത്തിന് ഒരു മനുഷ്യന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഊർജമാണ് സെക്ഷുവാലിറ്റി എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ലിബഡോ എന്നതാണ് കാൾ യൂങ് എന്ന് പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യനാണ്. പക്ഷെ സ്വതന്ത്രമായിട്ട് ഒരുപക്ഷെ സിഗ്മണ്ട് ഫ്രോയിഡിനേക്കാളും ഒരുപാട് ഏരിയാസിൽ വ്യാപിച്ച് കിടക്കുന്ന പഠനത്തെ പരിചയപ്പെടുത്തിയ, ലോകത്തിന് പരിചയപ്പെടുത്തിയ ആളാണ് കാൾ യൂങ്. അപ്പോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സെക്ഷുവൽ ലൈഫിൽ ഒരു നിയന്ത്രണവും ഇല്ല എങ്കിൽ, അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ്, ഈ ഒരു കപ്പാസിറ്റി, അത് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിലോട്ട് ട്രാൻസ്മ്യൂട്ടേഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ട്രാപ്പിൽ കുടുങ്ങും, ഒരു കെണിയിൽ കുടുങ്ങും. എത്രയോ ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, അവരുടെ പഠനകാലത്ത് നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു, നന്നായിട്ട് സ്കില്ലുള്ള ആളുകളായിരുന്നു, സംസാരിക്കുവാനും അതേപോലെ തന്നെ അവർ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും വിജയിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ അതെല്ലാം അസ്തമിച്ച്, അതെല്ലാം തകർച്ചയിലോട്ട് പോയി, അതെല്ലാം ഇല്ലായ്മയിലോട്ട് പോയ ഒരു അവസ്ഥ കാണുവാൻ സാധിക്കുന്നു. എന്താ കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, 99% അവർക്ക് ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു മ്യൂട്ടേഷൻ നടന്നു കാണും. അവരുടെ ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു എനർജി അവരെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ജീവിത വിജയത്തിനും പുരോഗതിക്കുമാണെങ്കിൽ, അത് ഒരു വേള അവർ ഏതെങ്കിലും ഒരു സ്ത്രീയിലോട്ടോ അല്ലെങ്കിൽ ഒരു പുരുഷനിലോട്ടോ അവർ ട്യൂൺ ചെയ്തു, അത് തിരിച്ചു വെച്ചു. അപ്പൊ തിരിച്ചു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതോടുകൂടി ഇവന്റെ ക്രിയാശേഷി, ഇവന്റെ കർമ്മശേഷി എല്ലാം ഇതിന്റെ പിന്നാലെ പോകും. അപ്പോ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം നിയന്ത്രണമുണ്ട്,
എന്റെ ജീവിതം എന്റെ കൈകളിൽ നിന്ന് പോകുന്ന എത്രയോ ആളുകൾ, നമുക്ക് സങ്കടം തോന്നും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരുപാട് വൈവാഹിക ജീവിതങ്ങൾ, അല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിതം എന്ന രൂപത്തിലുള്ള കുടുംബം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ പിന്നിൽ പലപ്പോഴും ഈ രൂപത്തിലുള്ള അരാജകത്വത്തിലോട്ട് നയിക്കുന്ന ബന്ധങ്ങളായിരിക്കും. ഇവർ ചിന്തിച്ചാൽ പോലും, ഇവർ ഊഹിച്ചാൽ പോലും, അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കിയാൽ പോലും ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കാത്ത വളരെ ഭയാനകരമായ ഒരു അവസ്ഥയിലോട്ടാണ് ആ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ഈ ഒരു സെക്ഷുവാലിറ്റിയെ, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷന്റെ പിന്നാലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിങ്ങും പദ്ധതികളും എല്ലാം തകർന്ന് തരിപ്പണമാവും. അപ്പോ ഓർത്തു വെക്കുക, ഞാൻ ഒരുപാട് പറയുന്നില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ ഒരു പവർ, ഈ സൈക്കോ പവർ എന്ന്, അല്ലെങ്കിൽ ലിബിഡോ എന്ന് പറയുന്ന ഈ ഒരു പവറിനെ അയാളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിലോട്ട് വേണ്ടി ഫോക്കസ് ചെയ്താൽ, അയാളുടെ മനസ്സിനെ ശാന്തമാക്കിയ ശാന്തമായ മനസ്സിൽ അതിശക്തമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ പവറിനെ ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ, സൂര്യപ്രകാശം ഒരു ലെൻസിലൂടെ കടത്തിവിട്ടാൽ അതിന് താഴെയുള്ളത് കത്തുന്നത് പോലെ ഈ വ്യക്തിക്ക് ഏത് ആഗ്രഹവും നേടിയെടുക്കുവാൻ സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ച മുഴുവൻ ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഈ പറയപ്പെട്ട ജീവിതത്തിൽ അവർക്കൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. മനസ്സിലായോ? നമുക്ക് ഈ ശരവണ ഭവനെ കുറിച്ചറിയാം, അതിന് ഓണറെ കുറിച്ചും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു ആയുസ് മുഴുവനും ഒരു പെണ്ണിന്റെ പിന്നാലെ പോയി ജയിലുകളിൽ നിന്നും നാണക്കേട് പറയണ്ട, അവസാനം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ തകർന്ന് തരിപ്പണമായ ഒരു സംഭവം നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആ വിഷയത്തിൽ വിശുദ്ധി പാലിക്കുക. ഇനി ആർക്കെങ്കിലും ആ വിഷയത്തിൽ ഒരു നിയന്ത്രണമില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു കൺസെപ്റ്റേഷനെയോ ഏതെങ്കിലും രൂപത്തിൽ ആ ഒരു എനർജിയെ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നിന്ന് ഈ രൂപത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഊർജത്തെ നമ്മൾ മാറ്റിയേ തീരൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കേട്ട ഒരു പാട്ടുണ്ട്, KG മാർക്കോസ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ പണ്ടൊക്കെ എന്താ പറയാ, ഈ മാപ്പിള പാട്ടുകളുടെ ഒരു കുലപതിയായിരുന്നു അദ്ദേഹം പാടുന്ന ഒരു പാട്ട്, ഒരു 2 വരി ഞാൻ ഓർക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാടുന്നുണ്ട്. എന്താ പറയാ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്, അതിൽ പാടുന്നത് കല്ലായി കടവത്തെ കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായി പോയതറിഞ്ഞില്ലേ, അതും കാമിനി ഒരുത്തിയോടുള്ള പ്രേമത്താലാണെന്ന് പൂമണിക്കിന്നും തിരിഞ്ഞില്ലേ. മനസ്സിലായില്ല? കല്ലായി കടവത്തെ കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കർ എല്ലായി പോയെന്ന് നീ അറിഞ്ഞില്ലേ, അത് ഒരു കാമിനിയോടുള്ള അമിതമായ ഈ ഒരു പ്രേമം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇനിയും തിരിഞ്ഞില്ലേ എന്ന ഒരു പാട്ട്. ഞാനിത് പാടാൻ കാരണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു ഭയാനകരമായ ഒരു മാരകമായിട്ടുള്ള ഒരു വിഷമാണ്. അപ്പോ ഒന്നാമത്തെ പോയിന്റ്, ആർക്ക് ആ വിഷയത്തിൽ നിയന്ത്രണമുണ്ടോ അയാൾ മാത്രമേ വിജയിക്കൂ എന്നതാണ്. രണ്ടാമത്തെ നിയമം, my dear friends, are you with me? Please type yes or no. Are you with me? Please type yes or no. Please type. Okay. Very good. അപ്പൊ ഒന്നാമത്തത് പറഞ്ഞു. രണ്ടാമത്തത്, വിജയിച്ച ആളുകൾ അവരുടെ വൈകാരികതയ്ക്ക് പകരം അവരുടെ പ്ലാൻ, അവരുടെ ലൈഫിൽ ഒരു പ്ലാൻ ഉണ്ടാവും, ഒരു പദ്ധതി ഉണ്ടാവും. ഈ പദ്ധതിക്ക് പിന്നാലെയായിരിക്കും അവരുടെ പോക്ക്. ഒരിക്കലും അവരുടെ ഇമോഷൻസിന് പിന്നാലെയല്ല. ഒരുപാട് വാരിക്കൂട്ടണം, ഒരുപാട് അങ്ങനെയാക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ കേമനാവണം, ഇതൊന്നും അല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഈ ലോകത്തിന് കൊടുക്കുവാനുള്ള അതിശക്തമായ ചില
വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അവർക്കൊരു പദ്ധതി ഉണ്ടാവും. അവർ ആ പദ്ധതിയാണ് ഫോളോ ചെയ്തത്, ഒരിക്കലും അവരുടെ ഇമോഷനെ അല്ല. പ്ലാൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇമോഷൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമോഷൻ അല്ല, പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് ആണ് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഇമോഷനേക്കാളും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾ ഒരുപക്ഷെ രാവിലെ ഡൂ ലിസ്റ്റ് തയ്യാറാക്കും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന രൂപത്തിലൊക്കെ ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുകയും, എന്നാൽ ഈ കാര്യങ്ങൾക്കൊക്കെ പകരമായിട്ട് നിങ്ങളുടെ വൈകാരികതയ്ക്ക് പിന്നാലെ, ദേഹേച്ഛയ്ക്ക് പിന്നാലെ, ശാരീരികമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഫിസിക്കൽ ടെംപ്റ്റേഷന് പിന്നാലെയാണ് നിങ്ങളുടെ പോക്കെങ്കിൽ നിങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, വിജയിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്ലാനിനായിരിക്കും ഇമോഷനേക്കാളും പ്രാധാന്യം നൽകുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതും ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ, നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അതാണ് ട്രഷർ കോഴ്സിലൊക്കെ കൃത്യമായിട്ട് ആളുകൾക്ക് ഒരു പദ്ധതി തയ്യാറാക്കി കൊടുത്തു, ഈ രൂപത്തിലുള്ള ഒരു കെട്ടുമട്ടുമുള്ള അടുക്കും ചിട്ടയുമുള്ള കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുത്തു, നമ്മുടെ ഉള്ളിലുള്ള ഈ ലിബിഡോയെ, നമ്മുടെ ഉള്ളിലുള്ള ഈ സൈക്കിക് പവറിനെ അതിനോട്ട് തിരിച്ചുവിട്ടാൽ ഈസിയായി ഏത് ലക്ഷ്യവും നേടിയെടുക്കുവാൻ സാധിക്കും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഒത്തിരി ഫീഡ്ബാക്കുകളൊക്കെ കാണുന്നുണ്ടാവും, യൂട്യൂബിലും മറ്റൊക്കെ ഒത്തിരി കാണുന്നുണ്ടാവും. അതിലൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഒരുപാട് ലക്ഷ്യങ്ങൾ എഴുതി വെച്ചു, എല്ലാ ലക്ഷ്യങ്ങളും നേടി. ഇനി സുദീർഘമായിട്ട്, അതായത് 5-10 വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ലഭിക്കേണ്ട ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2027, 28, 26 ഈ കാലഘട്ടത്തിൽ നേടേണ്ട ലക്ഷ്യങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, വ്യക്തമായ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. ജീവിതത്തിൽ നമുക്കൊരു പ്ലാനിങ് ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് വിജയിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ ഒരു പദ്ധതി നിങ്ങളുടെ മുമ്പിൽ ഇല്ല എങ്കിൽ, അതിനർത്ഥം നമ്മൾ പരാജയപ്പെടുവാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയെന്നാണ്. നോ പ്ലാൻ ഈസ് സെയിം ടു പ്ലാൻ ടു ഫെയിൽ എന്നാണ്. വിജയിക്കുവാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനോ ഒരു പദ്ധതി, ഒരു കാര്യം നമ്മുടെ മനസ്സിന് കൊടുക്കുവാൻ നമ്മുടെ മുമ്പിൽ ഇല്ല എങ്കിൽ, കൃത്യമായിട്ടില്ല, ഡിസിപ്ലിൻ ഇല്ല, വാരി വിതറി എനിക്കത് വേണം, എനിക്കിത് വേണം, ഇങ്ങനെയല്ല, അടുക്കും ചിട്ടയോടുകൂടി നമ്മുടെ മനസ്സിന് കൃത്യമായ രൂപത്തിൽ നേടിയെടുക്കുവാൻ പാകത്തിന് ഡിസിപ്ലിനോടുകൂടി ക്രമപ്പെടുത്തിയ അച്ചടക്കത്തോടു കൂടിയുള്ള പദ്ധതികൾ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, അതിനർത്ഥം നമ്മൾ പരാജയപ്പെടുവാനുള്ള പ്ലാനിങ് തയ്യാറാക്കി എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, വളരെ കുറഞ്ഞ സമയം. ഏതൊരു നിമിഷം നമ്മുടെ ദേഹത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് വിട പറയുന്നു, പിന്നെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ ഭൂമിക്കടിയിലോട്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തു നിന്നും നിഷ്കാശനം ചെയ്യപ്പെട്ടു. അതിനർത്ഥം നമ്മൾക്ക് വളരെ കുറഞ്ഞ സമയം ഈ ലോകത്തുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ മനോഹരമായി ജീവിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഈ പവർ, നമുക്ക് നൽകപ്പെട്ട ഈ പവറിനെ സകല മനുഷ്യർക്കും ഗുണമുള്ള രൂപത്തിൽ, മിനിമം നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനുമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെങ്കിലും ഗുണമുള്ള രൂപത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി സമയം വിനിയോഗിക്കുക. അതുകൊണ്ട് ചിട്ടയായി ജീവിക്കുക. എത്രയോ ആൾക്കാർ കണ്ടില്ലേ, അവരുടെ വിയോഗത്തിന് ശേഷം അവരുടെ ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ നാട്ടുകാർ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ. അതിന് പകരം വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഏതവസ്ഥയിലാണെങ്കിലും, ഞാനിപ്പോഴും ഓർക്കുന്നത്, നമ്മൾ ട്രഷർ കോഴ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളിൽ ചില ആളുകളൊക്കെ, പല ആളുകളും വളരെ കൂലിപ്പണിക്ക് പോകുന്ന, ഒരു ദിവസം 500-1000 രൂപക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ പോലും അതിലൊക്കെ പങ്കെടുത്ത് കൃത്യമായ രൂപത്തിൽ അവരുടെ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്ത് അച്ചടക്കത്തോടു കൂടി കുറച്ചു സമയം മുന്നോട്ട് പോയാൽ മതി. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു 6 മാസമോ ഒരു വർഷമൊക്കെ നമ്മൾ ഒരു പ്രത്യേക രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ
അതോടുകൂടി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എല്ലാ സെല്ലുകളും നശിച്ച് നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നു. ഇനി അടുത്ത വരും വർഷങ്ങളിലെല്ലാം നമ്മൾ പുതിയൊരു വ്യക്തിയാണ്. ഐ റിപ്പീറ്റ്, അതായത് ഒരു വർഷം നമ്മൾ ഒരു പുതിയ പദ്ധതിയുമായി ജീവിക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തോടു കൂടി നിങ്ങൾക്കിപ്പോ 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് എന്തായിക്കൊള്ളട്ടെ, ആ 30 വയസ്സിന് മുമ്പുള്ള നിങ്ങളുടെ എല്ലാ സെല്ലുകളും നശിച്ച് ഈ ഒരു വർഷം മുഴുവനും ഒരു പുതിയ വ്യക്തിയായി നിങ്ങൾ ജീവിച്ചാൽ അടുത്ത വർഷം മുതൽ നിങ്ങൾ 29ാമത്തെ വയസ്സിൽ ജീവിച്ച നിങ്ങളും 31ാമത്തെ വയസ്സിൽ ജീവിക്കുന്ന നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ആ നിങ്ങൾ മരിച്ചു, പുതിയൊരു നിങ്ങൾ പുനർജനിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പദ്ധതിയാണ്, ഒരു പ്ലാനാണ്. അതല്ലാതെ എത്രയോ ആൾക്കാർ പറയാറുണ്ട്, സാർ എനിക്ക് ഒന്നും വയ്യ, ആവില്ല. അവനവന്റെ കംഫർട്ട് സോണിന് വേണ്ടി, അവനവന്റെ സുഖത്തിന് വേണ്ടി, അവനവന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു ത്യാഗവും സഹിക്കുവാൻ തയ്യാറല്ല എങ്കിൽ, ഒരു പ്ലാനും പിന്നാലെ പോകാൻ തയ്യാറല്ല എങ്കിൽ, ഞാൻ എപ്പോഴും പറഞ്ഞ് എവിടെയും ആവർത്തിക്കുന്നു, ഈ യൂണിവേഴ്സിന് അങ്ങനെയുള്ള ആളുകളെ ആവശ്യമില്ല. പദ്ധതിയില്ലാത്ത, മുന്നോട്ട് പോകുവാൻ ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ലാത്ത, എനിക്ക് എല്ലാവരും എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒരു അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് എന്താ പറയാ, എനിക്കോ ഒന്നും കൂടി ചെയ്യും വേണ്ട, എനിക്കാരും ഒന്നും കൂടി ചെയ്ത് തരുകയും വേണ്ട എന്ന രൂപത്തിലൊക്കെ അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ ലോകത്തിന് ആവശ്യമില്ല. അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതല്ലേ പിന്നെ എത്ര നിങ്ങൾ ഈ ലോകത്തിലോട്ട് വന്നു, നിങ്ങൾ ഒരു വീട്ടിൽ അടങ്ങി ഒതുങ്ങി അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കുന്നു, വേറെ ഒരു പണിയില്ല. അങ്ങനെ ഭൂമിക്ക് ഒരു ഭാരമായിട്ട് നമ്മൾ ഈ ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പ്ലാൻ ഉണ്ടായി, ആ പ്ലാനിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈഫ് വളരെ ഷോർട്ടാണ്. ആ ഷോർട്ടായിട്ടുള്ള ലൈഫിനെ നമ്മൾ മനോഹരമാക്കുക. നമ്മൾ ഈ ലോകത്ത് ഏത് സമയത്ത് വിട പറയാം, ആ സമയത്ത് സന്തോഷത്തോടു കൂടി വിട പറയാൻ വേണ്ടി ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. ഈ തലച്ചോറിനെ, ഈ ബ്രെയിനിനെ നശിപ്പിക്കുന്ന, ഇതിനെ കളങ്കപ്പെടുത്തുന്ന, ഇതിനെ മുറിപ്പെടുത്തുന്ന, ഇതിനെ ശക്തിയെ ചോർത്തിക്കളയുന്ന എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോയേ പറ്റൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് അയാളുടെ ബ്രെയിൻ കപ്പാസിറ്റി നശിപ്പിക്കുവാൻ ഈ രൂപത്തിൽ അയാളുടെ സെക്ഷുവാലിറ്റിയെ മോശമായ രൂപത്തിലോട് തിരിച്ചുവിട്ടാൽ മാത്രം മതി. നമ്മൾ വിചാരിക്കും പോലെയല്ല ഇത്. മോശമായ നെഗറ്റീവായ വീഡിയോസുകളും നെഗറ്റീവായിട്ടുള്ള ജീവിത ശൈലിയിലൂടെയും കടന്നു പോകുമ്പോൾ നൈമിഷികമായി നമുക്കത് അറിയില്ല, ഒരുപക്ഷെ നൈമിഷികമായി നമുക്ക് ആശ്വാസമോ സൗകര്യമോ സുഖപ്രദമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഏതുപോലെ? മദ്യം കുടിക്കും പോലെ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കും പോലെ. ഒരു സാധാരണ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഡോപമിനേക്കാളും 10,000 മടങ്ങ്, 1,00,000 മടങ്ങ് അളവിൽ ബ്രെയിൻ ഈ പറയപ്പെട്ട കെമിക്കലുകളെ റഷായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. അതാണ് ഈ മയക്കുമരുന്നിനൊക്കെ ആളുകൾ അഡിക്റ്റ് ആകുവാനുള്ള കാരണം. അപ്പോൾ വീണ്ടും അത് ഉപയോഗിക്കുമ്പോൾ വീണ്ടും ബ്രെയിൻ ഈ രൂപത്തിലുള്ള കെമിക്കലുകളെ പ്രൊഡ്യൂസ് ചെയ്ത് പരമമായ ആഴത്തിൽ ഏതാനും നിമിഷം അവരെ നിലനിർത്തും. പക്ഷേ ഇതൊരു പ്രോപ്പർ വഴിയിലൂടെ അല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട്, അടിച്ച് പഴുപ്പിക്കുക എന്ന് പറയും. ഈ രൂപത്തിൽ നമ്മൾ അടിച്ച് പരത്തുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഡാമേജിലോട്ട് പോകും. അതുകൊണ്ട് ബ്രെയിൻ ഡാമേജിലോട്ട് പോകുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഹാപ്പി പാർക്കിന്റെ ഈ പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും രാവിലെ ഉപയോഗിക്കുമ്പോൾ, വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആ ആളുകളുടെയൊക്കെ ബ്രെയിനെ എന്നും അവർ ഒരു എന്താ പറയുക, മനോഹരമായ ഒരു എക്സസൈസ് കൊടുത്ത് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി, അതിനെ ഒന്ന് തുടച്ച് ശുദ്ധമാക്കി, അതിനുശേഷമാണ് എല്ലാ ദിവസവും ഈ ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ക്ലബിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്നത്. മനസ്സിലായില്ലേ? അതാർക്കും ചെയ്യാവുന്നതാണ്. ഇത് ഓപ്പണാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മുടെ മനസ്സിന്, അതാണ് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഈ ശീലങ്ങൾ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ബ്രെയിനിനെ
മലിനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ ചൂത്തുകളയുന്നു. അപ്പോ വിജയിച്ച ആളുകൾ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, അവരുടെ ബ്രെയിനിനെ, അവരുടെ തലച്ചോറിനെ വേദനാജനകമായ അനുഭവത്തിലോട്ട് കൊണ്ടുപോവാതെ അതിനെ എപ്പോഴും ഹെൽത്തി ആയിട്ട് കാത്തു സൂക്ഷിക്കും. എത്ര പേർ റെഡിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്? പ്ലീസ് ടൈപ്പ്. ജീവിതത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് ടൈപ്പ് ചെയ്യാണ്ടിരിക്കരുത്. ചില ആൾക്കാർ ടൈപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ കേട്ടിരിക്കും. പ്ലീസ് ടൈപ്പ്. എത്ര ആളുകൾ റെഡിയാണ്? അവനവന്റെ തലച്ചോറിന്, അവനവന്റെ ബ്രെയിനിന് പരിക്ക് പറ്റാതെ, അതിന് അനാവശ്യമായ ടെൻഷൻ കൊടുക്കാതെ, ആവശ്യമായ ടെൻഷനൊക്കെ കൊടുക്കാം. ആവശ്യമായ ടെൻഷൻ ബ്രെയിനിന് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അത് ആവശ്യമാണ്. മനസ്സിലായില്ലേ? ആവശ്യമായത് കൊടുക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഒരു പ്രൊജക്ട് തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു വർക്ക് ഫിനിഷ് ചെയ്യണം. ആ വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ രൂപത്തിൽ സ്ട്രെസ് ഉണ്ടാവും. അത് നല്ല സ്ട്രെസ്സാണ്. കാരണം നമ്മളൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബ്രെയിന് വലിയ സന്തോഷമാണ്. ആ സ്ട്രെസ് ആവശ്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനാവശ്യമായിട്ട് ഈ രൂപത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജിയെ അനാവശ്യമായ രൂപത്തിലോട്ട് നയിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് നിരന്തരമായ ഒരു ഡാമേജ്, അനാവശ്യമായ ചിന്ത കൊണ്ട് ഒരു ഗുണവുമില്ലാത്ത, മനസ്സിലായില്ലേ? ഇതാണ് ഈ അൺഹെൽത്തി റിലേഷൻഷിപ്പിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, നമ്മൾ ലോകത്തൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു ശാപമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തെ ബാധിക്കും. എത്രയോ ആൾക്കാരുണ്ട്, സാർ ഒന്ന് എന്താ ലൈഫ് ഒന്ന് മാറ്റി തരണം. ദേ ആർ നോട്ട് വില്ലിംഗ് ടു ചേഞ്ച് ദെയർ ലൈഫ് സ്റ്റൈൽ. അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുവാൻ അവർ റെഡിയല്ല. ഹാപ്പി പാർക്ക് മാറ്റിത്തരണം. പക്ഷെ ഒത്തിരി ആൾക്കാർ ഇത് വരികയും ലൈഫ് സ്റ്റൈൽ മാറുകയും അങ്ങനെ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്ത ഒത്തിരി കാര്യങ്ങൾ. വളരെ സന്തോഷം. എല്ലാവരും ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്യണം. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ബ്രെയിനുമായിട്ട് ഇരിക്കുന്നത് അത് മാത്രമേ നമ്മൾ കാണൂ. മനസ്സിലായോ? എന്തുവാണ് ഇങ്ങനെ പറയുന്നത് ജസ്റ്റ് കേൾക്കാൻ വേണ്ടി വന്നാൽ നിങ്ങളുടെ ബ്രെയിൻ ഒന്നും കേൾക്കില്ല. എല്ലാം ഡിലീറ്റ് ചെയ്യും, എല്ലാം വളച്ചൊടിക്കുമോ. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, ഓ ഇത് പറയാനാണോ? മനസ്സിലായോ? അതല്ലെങ്കിൽ ഇപ്പൊ എന്നും പറയുന്നതല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്രെയിൻ ഇതിൽ നിന്ന് കിട്ടേണ്ട പാഠങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിലോട്ട് വരുന്നതിൽ നിന്നും തടയും എന്ന ഒരു മാരകമായ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സ്വയത്തോട് പറയുക, എന്റെ ബ്രെയിനിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുന്ന അതിന്റെ ശക്തിയെ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ വിചാരിക്കും പോലെയല്ല. നമ്മൾ ഈ രൂപത്തിൽ വീമ്പ് പറഞ്ഞു, നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ എന്താ പറയാ, യാതൊരു ശ്രദ്ധയുമില്ലാതെ അൺകൺട്രോളബിൾ ആയിട്ട് ജീവിതമൊക്കെ യാതൊരു ഡിസിപ്ലിനും കീപ്പ് ചെയ്യാതെ ആസ്വദിച്ച് മുന്നോട്ട് പോയാൽ കുറച്ചു കഴിഞ്ഞാൽ മനസ്സ് തകരും. മനസ്സ് തകരും. നേരത്തെ ഉണ്ടായിരുന്ന പവറൊക്കെ ചോർന്നു പോകുന്നതായിട്ട്, നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് ഒലിച്ചു പോകുന്നതായിട്ട് ഈ വ്യക്തിക്ക് അറിയുവാൻ സാധിക്കും. നേരത്തെ പവർ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ പവറൊക്കെ എനിക്ക് എവിടെ പോയി, എന്റെ ശക്തിയൊക്കെ ചോർന്നു പോയി എന്ന രൂപത്തിൽ ഒരു ഫീലിങ്ങിലോട്ട് ഈ വ്യക്തി പോകും. അപ്പൊ എന്ത് സംഭവിക്കും? നേരത്തെ അൺകൺട്രോളബിൾ ആയിട്ട് ജീവിച്ചതിന്റെ എല്ലാം ഫലം പലിശ സഹിതം ഈ മനുഷ്യന്റെ ലൈഫിലോട്ട് വരും. ശിഷ്ടകാലം നരക ജീവിതത്തിലോട്ട് പോവേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബ്രെയിനിനെ കേടുവരുത്തുന്ന, ബ്രെയിനിനെ മലിനപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യാതെ. ഇതാണ് വിജയിച്ച ആളുകൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിലായില്ലേ? അത് നമ്മളും ലൈഫിൽ പിന്തുടരുക എന്നതാണ്. അപ്പോൾ അടുത്തൊരു കാര്യം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്തു പറയുമെന്നാണ്. ഈ പശു കാടിവെള്ളം കുടിക്കുന്നത് പോലെ, ആട് വെള്ളം കുടിക്കുന്നത് പോലെ ഒരു നിയന്ത്രണവുമില്ലാതെ മദ്യം കഴിക്കുന്ന ആളുകൾ, ഒരു നിയന്ത്രണവും ഇല്ലാതെ. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാറേ ചെറിയ ആളുകളൊക്കെ പറ്റുമോ? വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ ആ സാധനം തൊട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല.
അതുകൊണ്ട് എനിക്ക് തീർത്തു പറയാൻ പറ്റും, ഒരു ചെറിയ ക്വാണ്ടിറ്റി പോലും അതിനോട് പോവാതിരിക്കുക എന്നുള്ളത്. അതായത് ഈ പ്രവാചകന്റെ ഒരു ഒരു വിശ്വവിഖ്യാതമായിട്ടുള്ളൊരു വേർഡുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും വേലിക്കടുത്ത് പോവരുത്. എന്താ അതിന്റെ അർത്ഥം? വേലിക്കടുത്ത് പോവരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, അതിനപ്പുറത്തോട്ട് ഒരു നിഷിദ്ധമായ കാര്യമാണെങ്കിൽ ആ നിഷിദ്ധമായ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു മറയുണ്ടാവും, ഒരു വേലിയുണ്ടാവും. ആ വേലിയുടെ അടുത്തോട്ട് നിങ്ങൾ പോകരുത്. എന്താ അതിനർത്ഥം? ആ വേലിയുടെ അടുത്തോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും കുറച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് പറമ്പിലോട്ട് അല്ലെങ്കിൽ ആ നിഷിദ്ധയിലോട്ട് മനുഷ്യൻ പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു വേലിയുടെ അടുത്ത് പോലും പോയത്. ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതൊരു വേലിയാണ്. ഒരുപക്ഷെ നൈമിഷികമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ അതിന്റെ ഒരു അഡിക്റ്റ് ആയിട്ട് പോയി ആ ഒരു പറമ്പിലോട്ട് അല്ലെങ്കിൽ ആ നിഷിദ്ധത്തിലോട്ട് മനുഷ്യൻ പൂർണ്ണമായിട്ടും കയറിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത രൂപത്തിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്നു, ഭരിക്കുന്നുവെങ്കിൽ ഗൗരവപൂർവം ഈ വിഷയത്തെ എടുക്കുക. ഇത് ഞാൻ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്റെ ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമേ ഈ ലോകത്തുള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഈ നൈമിഷികമായിട്ടുള്ള ഈ ഭ്രാന്തിന് പിന്നാലെ മനസ്സിലായി കിട്ടുന്ന പണം മുഴുവനും അതിന് ചെലവഴിച്ചു. എന്നാൽ ചില ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്, എന്താ ചോദിക്കുകയാണെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, സാറേ എനിക്ക് ഇന്നൊക്കെ ഒഴിവാണെന്ന് പറ്റുന്നില്ല സർ. അതിനാ ഞാൻ പറയുന്നത്, ഈ രൂപത്തിലുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുക. മനസ്സിലായോ? പിന്നെ മാത്രമല്ല, ചില ആളുകൾ ഒരു എസ്കേപ്പിംഗ് മെക്കാനിസം ആയിട്ട് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. എന്താ എസ്കേപ്പിംഗ് മെക്കാനിസം? ഒരു ടെൻഷൻ ഉണ്ട്, തൽക്കാലം മനസ്സിൽ ആ ചിന്തയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ടുള്ള ഒരു സ്വർഗലോകത്ത് പോകാൻ വേണ്ടി മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന്, ലഹരി ഉപയോഗിക്കുക. ഒരു ഫേക്കായ ഒരു ലോകം, താൽക്കാലികമായ ഒരു ഫെന്റാസ്റ്റിക് ലോകം. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ അതിനു മുമ്പുണ്ടായിരുന്ന ടെൻഷനോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അതെല്ലാം പോയി. നമ്മൾ വളരെ സുഖാവസ്ഥ, എസ്കേപ്പിംഗ് മെക്കാനിസം. അത് കഴിഞ്ഞാലോ പലിശ സഹിതം തിരിച്ചു കിട്ടുക. മനസ്സിലായി? ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ രക്ഷപ്പെടുവാൻ വേണ്ടി ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് മാരകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കുക. അത് വിജയിച്ച മുഴുവൻ ആളുകളും കീപ്പ് ചെയ്തൊരു സംഭവമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഈ സെക്ഷുവാലിറ്റി പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ ഉള്ളിലെ ഈ ലിബിഡോയെ, നമ്മുടെ ഉള്ളിലെ ഈ സൈക്കിക് പവറിനെ തകർത്ത് കളയുന്ന അതിമാരകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പറയപ്പെട്ട പശു വെള്ളം കുടിക്കും പോലെ മദ്യം കുടിക്കുക എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ ഒഴിവാക്കുക എന്ന. അഞ്ചാമതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ വിജയിച്ച മുഴുവൻ ആളുകളും അവരുടെ ലൈഫിൽ കൊണ്ടു നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഓൾവേസ് കീപ് അവർ സ്റ്റാൻഡേർഡ്. നമ്മൾ രഹസ്യമായും പരസ്യമായും നല്ലവരായിരിക്കും. നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ചെയ്യുവാൻ പാകത്തിനോ ഏതെങ്കിലും സാഹചര്യമോ ഏതെങ്കിലും കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്യാതിരിക്കുക. ആൾക്കാരൊക്കെ മുമ്പിൽ വലിയ ഉഷാറാണ്, വലിയ ട്രെയിനറാണ്, പക്ഷേ ആ ഒരു സ്റ്റാൻഡേർഡ്, തന്റെ വ്യക്തിത്വത്തിന് നമ്മളൊരു ഒരു 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 വില കൊടുക്കുന്നത്, നമുക്ക് നമ്മൾ നൽകുന്ന വിലയാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്ത് നമുക്ക് കിട്ടും. നമുക്ക് നമ്മൾ നൽകുന്ന വില, നമുക്ക് നമ്മളൊരു മൂല്യം കൊടുക്കുന്നില്ല എങ്കിൽ, നമുക്ക് നമ്മളൊരു വില കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയും നമുക്കൊരു വിലയും തരില്ല. അതുകൊണ്ട് നമ്മൾ നമുക്കൊരു വിലയിടണം. ആ വില എന്ന് പറഞ്ഞാൽ നമ്മളൊരു അമൂല്യമായ ഒരു ആളാണ്, മൂല്യമുള്ളൊരു വ്യക്തിയാണ്, ഞാൻ ഒരു വിജയിയാണ്, ഞാനൊരു നല്ലവനാണ്, ഈ ലോകത്ത് ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മടങ്ങിപ്പോവാനുള്ളവനാണ് ഞാൻ
എന്ന ഒരു മൂല്യം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൂല്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുക. രഹസ്യമായിട്ട് എല്ലാം ബ്രേക്ക് ചെയ്ത് പരസ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പരിപാടി പാടില്ല. എന്താ ഇതിന് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ മൂല്യത്തെ ബ്രേക്ക് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിനെ കീപ്പ് ചെയ്യാതെ, നമ്മൾ നമ്മുടെ നിലവാരത്തിനൊത്ത് നമ്മൾ രഹസ്യമായും പരസ്യമായും നീങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്, അത് താഴ്ന്നു പോകും. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു മതിപ്പുണ്ട്, അത് താഴ്ന്നു പോകും. നമുക്ക് നമ്മളെ കുറിച്ചുള്ള മതിപ്പ് താഴ്ന്നു പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അത് പ്രതിഫലിക്കും, അത് എക്സ്പ്രസ്ഡ് ആവും. സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ നിലയും വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ആർ യു റെഡി? നിങ്ങൾ രഹസ്യമായും പരസ്യമായും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ആർ യു റെഡി? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ്. എത്ര ആൾക്കാർ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ? ടൈപ്പ് ചെയ്ത്, എല്ലാവരും ടൈപ്പ് ചെയ്തേ. പ്ലീസ് ടൈപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കീപ് യുവർ സ്റ്റാൻഡേർഡ്സ്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഇനി സ്റ്റാൻഡേർഡ് ബ്രേക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. അപ്പോഴും അത് ബ്രേക്ക് ചെയ്യാതെ നോക്കണം, ആ വിളക്ക് കെടാതെ നോക്കണം. അങ്ങനെ നമ്മൾ അതിനെ കെടാതെ നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മളോടുള്ള മതിപ്പ് കൂടും, നമുക്ക് നമ്മളോടുള്ള ആദരവ് കൂടും, നമുക്ക് നമ്മളോടുള്ള ബഹുമാനം കൂടും, നമുക്ക് നമ്മളോടുള്ള സ്നേഹം കൂടും. അപ്പോ അത് നമ്മുടെ വിജയത്തിനും നമ്മുടെ ലിബിഡോയെ, നമ്മുടെ സൈക്കിക് എനർജിയെ ബാലൻസിലൂടെ കൊണ്ടുപോകാനും സാധിക്കും. അപ്പോ ഒരിക്കലും നമ്മുടെ നില വിട്ട്, സ്റ്റാൻഡേർഡ് വിട്ട് എന്താ പറയുക, പെരുമാറാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ ജീവിത വിജയം അയാൾക്ക് അയാളുടെ സെക്ഷുവൽ ലൈഫിൽ എത്രത്തോളം നിയന്ത്രണമുണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാൾ അൺകൺട്രോളബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള പെണ്ണിന്റെ പിന്നാലെ പോവുക, അതേപോലെ തന്നെ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ പോവുക, അൺകൺട്രോളബിൾ ആയിട്ട് ഒരു വ്യക്തി ഈ രൂപത്തിലുള്ള ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അയാൾ എത്ര പ്രോഗ്രാം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അയാളുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അയാളുടെ പ്ലാനിന് പിന്നാലെയല്ല, അയാളുടെ വിഷയാശക്തിക്ക് പിന്നാലെയാണ്. അപ്പോൾ അയാൾക്ക് ഒരിക്കലും വിജയം എന്ന് പറയുന്ന പറുദീസയിലോട്ട് പ്രവേശിക്കുവാൻ സാധ്യമല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അവനവന്റെ ഈ വിഷയത്തിലുള്ള കൺട്രോളിംഗ് ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വിജയവും പരാജയവും നിയന്ത്രിക്കുന്നത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്ലാനിംഗ് ആണ് ഒരു മനുഷ്യൻ ഇമോഷനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്ന് മഴയാണ്, എങ്ങനെ ഇപ്പൊ പുറത്തു പോവുക? ഇപ്പൊ ഇന്ന് മഴയായതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കണമെന്നും ഇത് പഠിച്ചെടുക്കണമെന്നുമുള്ള നിങ്ങളുടെ പദ്ധതിയാണ് ഇവിടെ വിജയിച്ചത്. എന്നാൽ ചില ആളുകൾക്ക് ഇന്ന് മഴയാണ്, കണ്ടോ, അവിടെ ഇമോഷൻസിന് പിന്നാലെ പോയി. ഇന്ന് വെയ്യ, അതല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മദ്യത്തിനോ ഈ പറയപ്പെട്ട പെണ്ണിനോ ആണിനോ പിന്നാലെ പോകുന്ന അവരുടെ ഈ വൈകാരികത, അതിന് പദ്ധതിയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ അവർ വിജയിക്കില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, പ്ലാനിംഗ് ആണ് ഇമോഷനേക്കാൾ മുകളിൽ. ഒരിക്കലും പ്ലാനിങ്ങിന് മുകളിൽ ഇമോഷനെ കൊണ്ടുവരാതിരിക്കുക. ഇതാണ് നമ്മൾ പഠിച്ചത്. മൂന്നാമതായി നമ്മൾ പഠിച്ചത്, നമ്മുടെ ബ്രെയിൻ അതിശക്തമാണ്. ഈ ബ്രെയിനെ ശക്തി കൂട്ടുവാൻ ഈ രൂപത്തിൽ മെഡിറ്റേഷനോ നല്ല നല്ല അറിവോ സന്തോഷം നൽകുന്ന അനുഭവങ്ങളോ കൊടുത്ത് എന്നാൽ അതിനർത്ഥം ഒരു പ്രതിസന്ധിയും കൊടുക്കണ്ട എന്നതല്ല. ആവശ്യത്തിനുള്ള പ്രതിസന്ധി ബ്രെയിന് കൊടുക്കണം. ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കുവാൻ ബ്രെയിനെ ഉപയോഗിക്കാം. ഒരു ഡെത്ത് സംഭവിച്ചു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ആ സമയത്ത് നമുക്ക് വിഷമിക്കാം, കരയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല.
ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ല, ഡെത്ത് സംഭവിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെ ഓർത്തുകൊണ്ടോ അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ പവിത്രമായ ഈ ബ്രെയിനിനെ കളങ്കപ്പെടുത്താതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായി നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സ്റ്റാൻഡേർഡ്, അതായത് മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള വസ്തുവിൽ നമ്മൾ വിട്ടു നിൽക്കണം. പശു വെള്ളം കുടിക്കും പോലെ ഈ സംഭവത്തിന് പിന്നാലെ പോകരുത്. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്റ്റാൻഡേർഡ് രഹസ്യമായും പരസ്യമായും ഒന്നായിരിക്കും. പരസ്യമായി നല്ല ആളും രഹസ്യമായി മോശം ആളും ഇല്ല. അപ്പോ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ചെയ്യേണ്ട ഏതവസ്ഥ വന്നാലും അത് ബ്രേക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ അത് നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് നമുക്ക് നഷ്ടപ്പെടുത്തും. നമുക്ക് നമ്മെക്കുറിച്ച് മതിപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്കൊന്നും അഭിനയിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവർ. നമുക്കാർക്കും, എനിക്കും നിങ്ങൾക്കൊന്നും അഭിനയിക്കാൻ പറ്റില്ല. നിങ്ങൾ കുറെ കൂടി ഉയർന്ന ലെവലിലൊക്കെ ഉള്ള അറിവുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മുടെ ഓരോ ചിന്തയും നോട്ടബിൾ ആണ്. ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. വെറുതെ പറയാണ്, ഞാൻ ചിന്തിക്കുന്നത് ആരും അറിയുന്നില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ, അതൊക്കെ നമുക്ക് തോന്നുന്നു. എല്ലാം ഇവിടെ ഓപ്പൺ ആണ്. ഒരു CC ക്യാമറ പോലെ എവറിത്തിങ് ഈസ് ഓപ്പൺ. അതൊരു പക്ഷേ ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിക്കോണമെന്നില്ല, കുറെ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയും. അതുകൊണ്ട് രഹസ്യമായും പരസ്യമായും നമ്മുടെ സ്റ്റാൻഡേർഡിൽ തന്നെ ജീവിക്കുക. അത് ബ്രേക്ക് ചെയ്യുവാനുള്ള അവസരം കിട്ടിയാൽ പോലും ബ്രേക്ക് ചെയ്യാതിരിക്കുക. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബാക്കി ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെയും ഇതേപോലെ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കേണ്ടതുണ്ട്. അതുപോലെ അടുത്ത ദിവസം വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ ടൈം 9 മണിക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഒരു പ്രോഗ്രാമിന്റെ ബാക്കി ഭാഗം പഠിക്കാനുണ്ട്. സോ അതിലേക്കെല്ലാം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ട്രഷർ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളുടെ പദ്ധതിയുമായി നിങ്ങൾക്ക് ഇരിക്കുവാൻ സാധിക്കും. അത് മതി. എത്രയോ മദ്യം കുടിക്കുന്നതിനേക്കാളും, എത്രയോ പെണ്ണിന്റെ പിന്നാലെ പോകുന്നതിനേക്കാളും, എത്രയോ രഹസ്യമായി ഈ നീച പ്രവൃത്തി ചെയ്യുന്നതിനേക്കാളും ഒക്കെ എത്രയോ ആനന്ദകരമാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവുക, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക, നമ്മുടെ കൂടെ സന്തുഷ്ട കുടുംബം ഉണ്ടാവുക, നമുക്ക് ചുറ്റും നല്ല നല്ല ആളുകൾ ഉണ്ടാവുക, നമ്മുടെ മനസ്സിന് മുഴുവൻ നിറഞ്ഞ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാവുക. ഇതിനേക്കാൾ വലുതാണോ പ്രിയപ്പെട്ടവരെ പണമില്ലാതെ, നാട്ടിൽ വിലയില്ലാതെ, എന്താ പറയാ, ഒരു നിലക്കും ഒരു പുരോഗതിയും ഇല്ലാതെ വെറുതെ മദ്യപിച്ചും അതിന്റെയും ഇതിന്റെയും പിന്നാലെ പോയി നരക ജീവിതം നയിക്കുന്ന അതാണോ പ്രിയപ്പെട്ടവരെ നല്ലത്? അതല്ല ഞാൻ പറഞ്ഞ ആദ്യത്തേതാവും നല്ലത്. പ്ലീസ് ടൈം ആദ്യത്തേതാവും നല്ലത്. അതിന് തീർച്ചയായിട്ടും സാധ്യമാണ്. നമ്മുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി. ഇത് തിരിച്ചറിയുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അതുകൊണ്ട് നാളെയും എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Can you understand what I say, my dear friends? ക്ലിയർ അല്ലേ എല്ലാവരും? മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ആൾക്കാർ ഈ കാര്യം അറിയട്ടെ. ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ വരുമായിരുന്നു. ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ. പ്ലാൻ ഇല്ലാത്തത് പരാജയത്തിലേക്കുള്ള പ്ലാനാണ്. ഇഫ് യു ആർ നോട്ട് ഫോളോ എ പ്ലാൻ, മീൻ യു ആർ ഫോളോയിങ് എ പ്ലാൻ ടു ഫെയിൽ. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള ഒരു പദ്ധതി നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പരാജയപ്പെടുവാനുള്ള ഒരു പദ്ധതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വിജയിക്കുവാനുള്ള പദ്ധതി ബോധപൂർവ്വം ഉണ്ടാകും. പരാജയപ്പെടുവാനുള്ള പദ്ധതി അത് ഓട്ടോമാറ്റിക്കലി വന്നു. സോ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you. Very good. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you so much. Thank you, sir. Thank you. Thank you, sir. Thank you. വളരെ സന്തോഷം. Thank you.
ഓക്കെ, എല്ലാവരും ഇത് പരമാവധി ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. Thank you, sir. Thank you. താങ്ക് യു. Thank you, sir. Thank you.